ഹായ് വ്യൂവേഴ്സ്, തായ്ലൻഡ് വീഡിയോയുടെ സെക്കൻഡ് പാർട്ട് വരെ ഞാൻ ഇട്ടായിരുന്നു. തേർഡ് പാർട്ട് തേർഡ് ഡേയ്സിലുള്ളത് ഞാൻ ഇതുവരെ അപ്ലോഡ് ചെയ്തില്ല. അപ്പോൾ മോർണിംഗ് ഭക്ഷണമെല്ലാം കഴിഞ്ഞ് ഇന്ന് ബുദ്ധ ടെമ്പിളിലോട്ട് പോയി. ഗോൾഡൻ ബുദ്ധയിലോട്ടാണ് ഇന്ന് യാത്ര. അത് പട്ടായയിലുള്ള ബുദ്ധ ടെമ്പിളിലോട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഇവിടെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കുറേ അധികം ഉണ്ട്. ഇത് പർച്ചേസിങ് പ്ലേസാണ്. കുറച്ചേറെ സ്റ്റോൺ വെച്ചിട്ടുള്ള ഐറ്റംസ്, പിന്നെ ബുദ്ധൻ്റെ കുറച്ച് ശില്പങ്ങൾ, അങ്ങനെ കുറച്ച് മനോഹരമായിട്ടുള്ള ചെറിയ ചെറിയ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയത് മാലയിലിടുന്ന ലോക്കറ്റ്സ് ആയിരുന്നാലും ഒക്കെ ഇവിടെ അവൈലബിൾ ആയിരുന്നു. പിന്നെ അതിൻ്റെ ഈ ബുദ്ധ ടെമ്പിളിൻ്റെ പുറകു വശത്തായിട്ട് നല്ലൊരു വ്യൂ കിട്ടുന്ന ഒരു പ്ലേസ് ഉണ്ടായിരുന്നു. അത് അതായത് നമുക്ക് പെട്ടെന്ന് തന്നെ തോന്നും നമ്മൾ തായ്ലൻഡിലാണോ അതോ ദുബായിലാണോ എന്നൊക്കെയുള്ളൊരു തോന്നലുണ്ടാവും. അപ്പോൾ അത്രയ്ക്കും വളരെ പ്രകൃതിയിൽ ഒരു ഡിഫറെൻ്റ് ലുക്ക് തോന്നത്തക്ക രീതിയിലുള്ള രണ്ട് സ്ഥലങ്ങൾ, ഒരു ഏരിയയിൽ കാം ആൻഡ് ക്വയറ്റായിട്ടുള്ളൊരു പ്ലേസും, അതായത് ഈ കാണുന്ന സ്ഥലം വന്നിട്ട് ഭയങ്കരമായിട്ട് വളരെ ക്വയറ്റായിട്ടുള്ളൊരു സ്ഥലവും. ദേ നോക്കിയേ, ഈ കാണുന്ന സ്ഥലം വന്നിട്ട് നമ്മളേതോ ഒരു വേറൊരു ഒരു സ്ഥലത്ത് ദുബായിലോ മറ്റേതോ ഒരു പ്ലേസിൽ നിൽക്കുന്ന പോലത്തെ ഒരു കൂറ്റൻ കെട്ടിടങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമായിരുന്നു. വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയായിരുന്നു. ഇത് നമ്മുടെ ക്യാമറയിലോട്ട് പകർത്തിയപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു സംഭവം തന്നെയായിരുന്നു. വീടുകളൊക്കെ നല്ല അടുങ്ങി നല്ലോണം ഞെരുങ്ങിയിരിക്കുന്നതാണ്. അത് കാണാനും നല്ല മനോഹരമായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ ജെംസ് ഗാലറിയിലോട്ട് പട്ടായയിലെ ജെംസ് ഗാലറിയിലോട്ടാണ് പോയത്. അപ്പോൾ അതിനകത്ത് കുറച്ച് നമ്മുടെ ഡയമണ്ടിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ ഉത്ഭവമെന്നും അതിനെക്കുറിച്ചിട്ടുള്ള ഹിസ്റ്റോറിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഡീറ്റെയിലിങ്സ് അവിടെ തന്നെ റെക്കോർഡിംഗ് സിസ്റ്റം വച്ചിട്ട് അവർ ചെയ്തിരുന്നു. വളരെ മനോഹരമായിരുന്നു ആ കാഴ്ചകളൊക്കെ. അതുപോലെ തന്നെ പണ്ട് കാലങ്ങളിൽ എങ്ങനെയാണ് ഈ ഡയമണ്ടിൻ്റെ, അതായത് നമ്മുടെ വജ്രം എങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്നു, അതിന് എന്തൊക്കെ പ്രോസസ്സിങ്ങിലൂടെയാണ് നമുക്ക് അത് ക്ലിയർ ചെയ്ത് ശുദ്ധീകരിച്ച് കിട്ടുന്നതെന്നൊക്കെ ഉള്ളതൊക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസൊക്കെയാണ് ആ ഒരു ജെംസ് ഗാലറിയിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചത്. നമ്മുടെ മനോഹരമായിട്ടുള്ള കയ്യിലും നമ്മുടെ കഴുത്തിലൊക്കെ അണിയുന്ന ഡയമണ്ടിൻ്റെ യഥാർത്ഥ ഒരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു കാഴ്ചയിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു. എന്നിട്ട് അതിൻ്റെ തന്നെ റിയൽ മേക്കിങ് പുറം ഭാഗത്ത് ഒരു ഫാക്ടറിയിൽ, അതായത് അതിൻ്റെ തൊട്ടടുത്തായിട്ട് അവരത് ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. അതിന് വേണ്ടിയുള്ള വർക്കേഴ്സ് ഇരുന്ന് അതിൻ്റെ എല്ലാ പണികളും ചെയ്ത് അത് തൊട്ടടുത്തുള്ള നമുക്ക് പർച്ചേസ് ചെയ്യത്തക്ക രീതിയിലൊരു വലിയൊരു ജുവല്ലറി ഷോപ്പ് പോലെ, അതായത് ഇത്രയും വലിയൊരു വിശാലമായ സ്ഥലത്ത് ഇതിൻ്റെ ഡയമണ്ടിൻ്റെ, അമേരിക്കൻ ഡയമണ്ട്സ്, എല്ലാതരം ഡയമണ്ട്സിൻ്റെ സ്റ്റോൺ കണ്ടോ. ഇത് ഞാൻ മേടിച്ച സ്റ്റോണാണ്. പിന്നെ അതിൻ്റെ ഔട്ടായിട്ട് വരുമ്പോൾ നമ്മുടെ കൂടെ വന്ന പുള്ളിക്കാരി നമുക്കതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. അവിടെ കുറേ സാധനങ്ങളുണ്ട്. അത് നമുക്ക് ആവശ്യമുള്ളത് എന്ത് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. ഇതൊരു തലവേദനയുടെ മെഡിസിനാണ് അവർ പുള്ളിക്കാരി പറഞ്ഞിരുന്നത്. ഇത് സോപ്പാണ് കേട്ടോ. പല വെറൈറ്റിയിൽ പല രീതിയിലുള്ള സോപ്പുകൾ അവൈലബിൾ ആയിരുന്നു. ഞാൻ കുറേയൊക്കെ മേടിച്ചായിരുന്നു. പിന്നെ ഞങ്ങൾ ഉച്ചയായപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ഇത് ഫുഡ് കഴിക്കാൻ വന്ന നല്ലൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. അത്യാവശ്യം നല്ലത് തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലോട്ടാണ് പോയത്. ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ പട്ടായയിലെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് വളരെ പ്രശസ്തമാണ്. അവിടുത്തെ പർച്ചേസിങ്ങും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഈ വെള്ളത്തിലൂടെ പോകുന്ന വഴിക്ക് തന്നെ ഇരുവശങ്ങളിലായിട്ട് പർച്ചേസിങ് ഇതിൻ്റെ ഷോപ്പുകൾ കാണാം. കുറച്ച് സമയം നമ്മളിതിൽ യാത്ര ചെയ്ത ശേഷം അവിടെ ഒരു ഭാഗത്ത് ഇറങ്ങി പിന്നെ നമ്മൾ നേരിട്ട് പോയി സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോയി. പക്ഷേ ഈ ഒരു കാഴ്ച നമ്മൾ ഇന്ത്യയിൽ ഒരിടം തന്നെ ഇല്ല. ഈ ക്ലോത്തിങ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു നമ്മളെ എന്തോ പറയാനാണ്, ഭയങ്കര നമ്മൾ ഇത്രയും ഇതായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതൊരു പ്രകൃതിയുടെ ഒരു മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ്. പിന്നെ നമ്മുടെ ഇവിടെ കിട്ടുന്നതിലൊന്നും വളരെ വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഇവിടെ ഉണ്ട്. ആ ഫുഡ് ഐറ്റംസ് തന്നെ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണമെന്നുണ്ടായിരുന്നു.
ചീങ്കണ്ണിയുടെ ഇറച്ചി ഉണ്ടല്ലോ അത്, പിന്നെ പലതരം വെറൈറ്റി ഐസ്ക്രീംസൊക്കെ ഉണ്ട്. നമ്മുടെ ഇന്ത്യയുടേതിനെക്കാട്ടിലും ക്യാഷിന് കുറച്ച് ഡിഫറൻ്റാണ്. നമ്മുടെ ഇവിടുത്തെ ഇപ്പോൾ 2 രൂപയെന്ന് പറയുമ്പോൾ അവിടുത്തെ 4 രൂപ, അതായത് ഇരട്ടി പൈസയുടെ ഒരു രീതിയാണ് തായ്ലൻഡിലെ ക്യാഷിൻ്റെ രീതി വരുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ പർച്ചേസിംഗ് ഒക്കെ ആണെങ്കിൽ ഭയങ്കര ലാഭമാണ് കേട്ടോ. നമ്മുടെ ഇന്ത്യ നമുക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ളൊരു രാജ്യം തന്നെയാണ്. ഇത് വന്നിട്ട് ഇറച്ചിയാണ്. അപ്പോൾ എനിക്ക് താല്പര്യമില്ല, മോൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ഇത് കഴിക്കണമെന്ന്. അങ്ങനെ അവളുടെ ഒരു നിർബന്ധപ്രകാരം ഞങ്ങൾ മേടിച്ച് കഴിച്ചായിരുന്നു. പക്ഷേ എനിക്ക് ഫസ്റ്റ് ടൈമിൽ കഴിക്കാനൊരു മടിയുണ്ടായിരുന്നു. നമ്മുടെ ചിക്കനെക്കാട്ടിലും കുറച്ചും കൂടെ ടേസ്റ്റാണ് കേട്ടോ. ഒരു പീസ് ഞാൻ കഴിച്ചു, ബാക്കിയുള്ളത് ഫുള്ള് പുള്ളിക്കാരി തന്നെ കഴിച്ചായിരുന്നു. അവൾക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. അവളൊരു സംഭവം കഴിക്കാനാണ് മെയിനായിട്ട് തായ്ലൻഡിലേക്ക് വന്നത്. മോന് ജസ്റ്റ് ഒന്ന് കഴിച്ച ശേഷം കൊള്ളാം എന്ന് പറഞ്ഞു. പക്ഷേ ഫുള്ള് അവൾക്ക് ഇഷ്ടപ്പെട്ടു, ഓക്കെ ആണെന്ന് പറഞ്ഞു. ഞാൻ ഈ വീഡിയോയ്ക്ക് വേണ്ടിയാണ് ജസ്റ്റ് ഇങ്ങനെ ഒരു കഴിക്കുന്ന ഒരു വീഡിയോ ഇതുപോലെ കാണിച്ചത്. പക്ഷേ അത്യാവശ്യം നല്ലതായിരുന്നു കേട്ടോ, സൂപ്പറായിരുന്നു എന്ന് തന്നെ പറയാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ നമ്മുടെ ചക്ക ഉണ്ടല്ലോ, ചക്കയിലെ വെറൈറ്റി, പിന്നെ വേറെന്തുവാ, വേറെ ഫ്രൂട്ട്സിലെ മാംഗോയുടെ ഒക്കെ വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ്, അങ്ങനെയുള്ളതിൽ എന്തൊക്കെയൊക്കെ സംഭവങ്ങളൊക്കെ ആഡ് ചെയ്ത് അവരതിനെ പരത്തി അതിൻ്റെ എഗ്ഗൊക്കെ ചേർത്ത് നമുക്ക് കഴിക്കാനായിട്ട് തന്നായിരുന്നു. എഗ്ഗ്, പിന്നെ അതുപോലെ തന്നെ ബനാന. കഴിക്കാനായിട്ടെന്ന് പറയാൻ ഫ്രീ അല്ല കേട്ടോ, ക്യാഷ് കൊടുത്ത് തന്നെ മേടിച്ചത്. പക്ഷേ അത് കൊള്ളായിരുന്നു, ഒരു വെറൈറ്റി തന്നെ ഐറ്റം തന്നെയായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു, ഇതും കൊള്ളാം. പിന്നീടുള്ള കഴിക്കാനുള്ള ഐറ്റം എന്ന് പറയുന്നത് മേടിച്ചില്ല, പക്ഷേ ഇതിൻ്റെ വീഡിയോസൊക്കെ എടുത്തു. തായ്ലൻഡിൽ പോയിട്ട് ഇത് മിസ്സാക്കുന്നത് ശരിയല്ലല്ലോ. മോക്ക് കഴിക്കാൻ വേണ്ടി നല്ല താല്പര്യമായിരുന്നു, പക്ഷേ എനിക്ക് കഴിക്കാൻ വേണ്ടി ഇച്ചിരി പേടിയുണ്ടായിരുന്നു. ഇത് നമ്മുടെ പാറ്റ, നമ്മുടെ എന്താ പറയുക കൊച്ചു കൊച്ചു പുഴുക്കൾ, പിന്നെ ചെറിയ ചെറിയ പ്രാണികൾ, പിന്നെ എന്താ പറയാനാ എന്തൊക്കെയോ ഐറ്റംസ്. അതായത് ഏറ്റവും ഇത് പാറ്റ പോലെയുള്ളൊരു ഐറ്റമാണ് കേട്ടോ. ഇങ്ങനെയുള്ള കുറേ ജന്തുക്കളൊക്കെ നല്ലോണം ഫ്രൈ ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ക്രാബ്, ഇങ്ങനെയുള്ള ഐറ്റംസാണ്. അതുപോലെ തന്നെ എഗ്ഗിൽ തന്നെ കുറേ വെറൈറ്റി. ഇതൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ പിന്നെ ഒന്ന് റൂമിൽ വന്ന് ഫ്രഷായി. ഇത് ഞങ്ങളുടെ കൂടെയുള്ള ഫ്രണ്ട്സ് ഞങ്ങളെല്ലാവരും കൂടെ സ്വിമ്മിങ്ങിന് പോയത്. ഫസ്റ്റ് ടൈമാണ് സ്വിമ്മിങ്, ഒട്ടും തന്നെ അറിഞ്ഞുകൂടാത്ത ഒരാളായിരുന്നു ഞാൻ. പക്ഷേ ഞാനവിടെ കാണിക്കുന്ന പുകില് കണ്ടാത്തൊന്നും ഞാനാണ് ബെസ്റ്റായിട്ട് സ്വിം ചെയ്യുന്നത്. ഒരു വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും എനിക്ക് അറിയത്തില്ല കേട്ടോ സ്വിമ്മിങ്. നൈറ്റ് ഫുഡിന് ടൈമായപ്പോൾ വീണ്ടും ഞങ്ങളൊരു ഹോട്ടലിലോട്ട് പോയി. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇനി പോകേണ്ട ബാങ്കോങ്ങിലാണ്. പോകുന്ന വഴിയിൽ ഞങ്ങൾ ബസ്സിലുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. ബസ്സിലെ കുറച്ച് നമ്മൾ ടൈം പോകാൻ വേണ്ടി എന്തോ അക്ഷരമാല, കുഞ്ഞുനാളിൽ നമ്മൾ അക്ഷരമാല, പിന്നെ അതുപോലെ തന്നെ ഓരോ സിനിമയുടെ ഫസ്റ്റ് ഒരു വേർഡ് പറയും, അതായത് സിനിമ എന്ന് പറയണം. അങ്ങനെയൊക്കെയുള്ള കുറേ ഗെയിമുകളൊക്കെ ഇങ്ങനെ ചെയ്തായിരുന്നു. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബാങ്കോങ്ങിലോട്ടാണ് ഇനി അടുത്ത് പോകുന്നത്. ഇത് ബാങ്കോങ്ങിലെ മാർബിൾ ക്ഷേത്രമാണ്. ഇത് വളരെ മനോഹരമായിട്ടുള്ളൊരു ക്ഷേത്രം തന്നെയാണ്. ഇവിടുത്തെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ബുദ്ധ ടെമ്പിൾസ് കുറേ ഉള്ളതാണ്. ഇത് ഞാൻ ഒത്തിരി പ്രാവശ്യം ഇങ്ങനെ കാണണം, യൂട്യൂബിലെ വീഡിയോസൊക്കെ കാണുമ്പോൾ കാണണമെന്നുണ്ടായിരുന്നു. പക്ഷേ അവിടുത്തെ ഒരു എന്തോ പറയാനാ ഭയങ്കര രസമുള്ള ഒരു കാഴ്ചയായിരുന്നു. ബുദ്ധൻ്റെ ഓരോ എന്തോ പറയാനാ ഓരോ സിറ്റിങ്, അതായത് നിൽക്കുന്നത്, ഇരിക്കുന്ന പല ഇങ്ങനെ ഒരു വെറൈറ്റി ഉണ്ടല്ലോ, അതിൻ്റേതായിട്ടുള്ള കുറേ കളക്ഷൻസ് തന്നെ ഉണ്ടായിരുന്നു. വളരെ നല്ലൊരു ഇതായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇതും ഒരു ബുദ്ധക്ഷേത്രം തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ട ശേഷം ഞങ്ങൾ പിന്നെ അടുത്ത് നൈറ്റ് കുറച്ച് കറങ്ങാൻ പോയത്. ഞാൻ തായ് മസാജ് എന്തെന്ന് അറിയാൻ വേണ്ടി ചെയ്ത് നോക്കിയതാണ് കേട്ടോ. എന്തോ ഒരു സംഭവം പോലെയാണ് എല്ലാവരും തായ്ലൻഡിൽ പോകുമ്പോൾ. തായ്ലൻഡിലെ തായ് മസാജ് എന്ന് പറയുമ്പം ഭയങ്കര ആൾക്കാർക്ക് പറയുമ്പോൾ എന്തോ
എന്തോ പറയുന്നത്, എന്തോ വൃത്തികേട് പോലെയൊക്കെയാണ് പറയുന്നത്. അയ്യോ അതെന്തോ മോശമായിട്ടുള്ളൊരു സ്ഥലമാണ് തായ്ലൻഡിലെ മസാജൊക്കെ ഭയങ്കര ഇതാണെന്നൊക്കെ പറഞ്ഞ ആൾക്കാർ പറയുന്നത് കൊണ്ട് ഞാനൊന്ന് കയറി നോക്കിയതാണ് എന്താണ് തായ് മസാജ് എന്ന് അറിയണമല്ലോ. അപ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻഡും മോളും പിന്നെ എൻ്റെ കൂടെ എൻ്റെ ഒരു ഫ്രണ്ട് പുള്ളിക്കാരി ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ കയറി നോക്കിയതാണ്. ഈ പറയണ രീതിയിലൊന്നുമില്ല. ലേഡീസ് തന്നെയാണ് തായ് മസാജ് ചെയ്യുന്നത്, ജെൻസിന് ജെൻസാണ് തായ് മസാജ് ചെയ്യുന്നത്. ഒരു വയസ്സായ ഒരു പുള്ളിക്കാരിയാണ് എനിക്ക് ചെയ്തു തന്നത്. ശരിക്കും ലെഗൊക്കെ നല്ല പെയിനുണ്ട്, വർക്കിലൊക്കെ നിൽക്കുമ്പോൾ സ്ട്രെയിൻ എടുക്കണല്ലേ. അപ്പം അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഒന്നാമത് കയറിയത്. ഫസ്റ്റ് ടൈം ഒരു പേടി ഉണ്ടായിരുന്നു കേട്ടോ, എന്താണാവോ ഈ തായ് മസാജ് എന്ന്. പക്ഷേ അവർ നല്ല രീതിയിൽ ചെയ്തു തന്നു. അവർ യൂസ് ചെയ്യുന്ന ഈ ടൂൾസൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഞാനിത് സലൂണിലത്തേക്ക് ആവശ്യത്തിനായിട്ട് മേടിച്ചു കേട്ടോ. വളരെ നല്ലതായിരുന്നു. അവരുടെ ആ ഒരു പ്രഷർ പോയിൻ്റൊക്കെ നമ്മുടെയൊക്കെ കറക്റ്റായിട്ട് അത് നമുക്ക് എവിടെയാണോ ജോയിൻറ്റ് പെയിൻ ഉള്ളത് അതൊക്കെ നോക്കി ഒക്കെ ചെയ്തു തരുന്നുണ്ട്. എന്തായാലും നല്ല രീതിയിലുള്ളൊരു മസാജ് തന്നെ ആയിരുന്നു. നമ്മുടെ ഇവിടുത്തെ നോർമലി ഉള്ളതിനെക്കാട്ടിലും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സിലാണ് പുള്ളിക്കാരി എല്ലാം ചെയ്തത്. എനിക്ക് ചിരി വരുന്നുണ്ട്, ഹസ്ബൻഡ് ചിരിക്കുന്നു. പക്ഷേ എന്താ പറയുക, വളരെ നല്ല രീതിയിലുള്ള ഒരു എനിക്ക് ഭയങ്കര റിലാക്സായിട്ട് തോന്നി. ചെയ്ത് കഴിഞ്ഞ് ഒരു 1 ഡേ കുറച്ച് പെയിൻ ഉണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നീട് ഭയങ്കര ഇതായിരുന്നു. പിന്നെ ഞാൻ വിചാരിക്കുക ഇടയ്ക്കൊന്ന് തായ്ലൻഡിൽ പോയാലോ, ഇതുപോലെയുള്ള മസാജൊക്കെ ചെയ്യാമല്ലോ എന്ന് ഇങ്ങനെ വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ തായ്ലൻഡിൽ പോവുകയാണെങ്കിൽ തായ് മസാജ് മിസ്സാക്കരുത്. അത് ലേഡീസാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ജെൻസ് ആയിരിക്കും ചെയ്യുന്നതെന്നൊക്കെ കരുതി നിങ്ങൾ മിസ്സാക്കരുത്. ഒരു തായ് മസാജ് ചെയ്തിരിക്കണം. അപ്പോൾ ഞങ്ങൾ പിന്നീട് അടുത്തുള്ളൊരു പർച്ചേസിങ്ങിന് വേണ്ടി വീണ്ടും ഞങ്ങൾ അവിടുത്തെ സിറ്റിയിൽ വളരെ റേറ്റ് അഫോർഡബിളായിട്ട് വരുന്ന സ്ഥലങ്ങളിൽ പോയി പർച്ചേസിങ്ങൊക്കെ ചെയ്തായിരുന്നു. കുറേ ദൂരം ഞങ്ങൾ നടന്ന് കാഴ്ചകളൊക്കെ കണ്ടു. ഇതൊരു ടവറാണ്. നൈറ്റ് ആയപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇപ്പോൾ അതുപോലെ തന്നെ ഒരു ഹോട്ടൽ ഞങ്ങൾക്ക് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി നൈറ്റ് ഫുഡൊക്കെ കഴിഞ്ഞ്, ഇത് ഞങ്ങളുടെ റൂമാണ്. ഇന്ന് ഞങ്ങൾ ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ പിള്ളേരൊക്കെ അവരുടെ റൂമിൽ, ഞങ്ങളുടെ റൂമിൽ. മറ്റൊരു വീഡിയോ ആയിട്ട് ബാലൻസ് കാണാം. ഓക്കെ, ബൈ.